PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ PSCന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ണൂർ ജില്ലയിൽ LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ക്ലിയറായും കൃത്യമായും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം ഒക്കെ അതിന് കിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പറഞ്ഞ പ്രകാരം ചെയ്തില്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ക്ലിയറായും കൃത്യമായും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ പരീക്ഷ നടന്നിരുന്നത് 2024 നവംബർ 23 ആയിരുന്നു. അതായത് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ഈ 4 ജില്ലകൾക്കും കൂടെ ഒരുമിച്ചായിരുന്നു PSC LGS പരീക്ഷ രണ്ടാം ഘട്ടമായിട്ട് നവംബർ 23 നടത്തിയിരുന്നത്. അതിൻ്റെ ചോദ്യപേപ്പറൊക്കെ ഒരു ശരാശരി നല്ല നിലവാരം പുലർത്തിയിട്ടുള്ള ചോദ്യപേപ്പറൊക്കെ തന്നെയായിരുന്നു. ഇനി ഈ കണ്ണൂർ ജില്ലയിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക്, അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചൊരു മാർക്ക് ഉണ്ടാവുമല്ലോ, ഫൈനൽ ആൻസർ കീ ഒക്കെ വന്നാണല്ലോ. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും നിങ്ങളുടെ ആ കാറ്റഗറിയും കൂടെ ആ കമൻസിലൊന്ന് ഇട്ടാൽ ആ ജില്ലയിൽ LGS പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ എത്ര മാർക്ക് വരെയുള്ളവർക്കാണ് മെസ്സേജ് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്ത മാർക്കും കാറ്റഗറിയും കമൻസിലിടുക. ഓക്കെ, നമ്മൾ ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മളൊരു കട്ട് ഓഫ് അനാലിസിസ് നടത്തിയിരുന്നു. അതുപ്രകാരം 57-നും 62-നും ഇടയിൽ മാർക്കുള്ളവർക്കാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ് ആയിട്ട് പ്രവചിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ മാർക്കൊന്ന് ഈ കമൻസിലിട്ടാൽ വളരെ ഉപകാരപ്രദമായിരുന്നു. ഇനി കണ്ണൂർ ജില്ലയിലത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 30,792 അപേക്ഷകരാണ് കണ്ണൂർ LGS പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരുന്നത്. അതിൽ 19,421 പേര് ഉറപ്പ് നൽകി കൺഫേം ചെയ്തു. 13,177 പേരാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. മുൻ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് പേരാണ് ഇപ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടുള്ളത് മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത കാണുന്നത്. ഇനി ഇപ്പോൾ ഈ LGS പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് എല്ലാ ജില്ലകളിലും നിലവിലുണ്ടല്ലോ. ജൂലൈ 17 വരെയാണ്, 2025 ജൂലൈ 17 വരെയാണ് ഇതിൻ്റെ കാലാവധി ഉള്ളത്. അപ്പോൾ ഇതുവരെ കണ്ണൂർ ജില്ലയിൽ 506 നിയമന ശുപാർശകൾ ആണ് പോയിട്ടുള്ളത്. അതായത് 506 അഡ്വൈസ് മെമ്മോ ആണ് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ LGS പരീക്ഷയിൽ നടന്നിരുന്നിട്ടുള്ളത്. ഇനിയും കുറച്ച് മാസങ്ങളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ളിൽ ഇനിയും കുറേ കൂടെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കമൻസിലിടാൻ കാറ്റഗറിയും മാർക്കും. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.